എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞൊരു വർഷത്തിൽ കേരളത്തിൽ ധാരാളം ബിസിനസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആരംഭിച്ചിട്ടുള്ള ബിസിനസ് മേഖല ഏതെന്നുള്ളത് ഗസ് ചെയ്യാനായിട്ട് കഴിയുമോ? മറ്റൊന്നുമല്ല, അത് ക്ലോത്തിങ് അല്ലെങ്കിൽ ജ്വല്ലറി, ഇമിറ്റേഷൻ ജ്വല്ലറി. ക്ലോത്തിങ് ബിസിനസ്, ഇമിറ്റേഷൻ ജ്വല്ലറിയുടെ ബിസിനസ്. അതും ചെയ്യുന്നത് ഓൺലൈനായിട്ട്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ആരംഭിക്കുന്നു. അതുവഴി ഈ പ്രോഡക്റ്റ് വിൽക്കുന്നു. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് 10, 12 റീൽസും ഇത്തരത്തിലുള്ള ബിസിനസിന്റെ ആയിരുന്നു. അതായത് ഡേ 1 ഓഫ് മൈ ക്ലോത്തിങ് ബിസിനസ്, ഡേ 7 ഓഫ് മൈ ജ്വല്ലറി ബിസിനസ്. ക്ലോത്തിങ് ബിസിനസ്സിൽ ഞാൻ ഈ സ്ട്രഗിൾ ഫേസ് ചെയ്തു. എനിക്കിന്ന് എൻ്റെ ഫസ്റ്റ് ഓർഡർ പ്ലേസ് ആയി. ഇത്തരത്തിലുള്ള വീഡിയോസ്. സ്വാഭാവികമാണ്, ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുന്ന സമയത്ത് ആർക്കും ഈ ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് തോന്നും. കാരണം ഇത് ഹൈലി സക്സസ്ഫുൾ ആണെന്നുള്ള രീതിയിലാണ് പലരും അവതരിപ്പിക്കുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇന്ന് ധാരാളം ആളുകൾ ആരംഭിച്ചു കഴിഞ്ഞു. വളരെ ക്രൗഡഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് പ്ലേസ് ആയിട്ട് മാറി. ഇത്തരത്തിൽ ക്രൗഡഡ് മാർക്കറ്റ് പ്ലേസിൽ ആർക്കും നല്ല രീതിയിൽ ഷൈൻ ചെയ്യാനായിട്ട് കഴിയത്തില്ല. സോ ഒരുപക്ഷെ ഇനിയുള്ള കുറച്ച് മാസങ്ങളിൽ അല്ലെങ്കിൽ അടുത്തൊരു വർഷത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള പല ബിസിനസ്സുകളും ക്ലോസ് ചെയ്യേണ്ട അവസ്ഥയിൽ. കാരണം ഇപ്പം തന്നെ പല റീൽസുകൾ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഇത്രയും പാക്കിംഗ് കവേഴ്സ് വാങ്ങി വെച്ചു, ഒരു സെയിൽസ് പോലും നടക്കുന്നില്ല. രാവിലെ മുതൽ വൈകിട്ട് വരെ റോട്ടിൽ സാരിയുമായിട്ട് ഞാൻ ഇരിക്കുന്നു, പക്ഷെ ആരും ഈ പ്രൊഡക്റ്റ് എടുക്കുന്നില്ല. ഇത്തരത്തിലുള്ള റീൽസ്, ദുരിതങ്ങളുടെ റീൽസ്. പലരും സെൻറ്റിമെൻറ്റ്സ് വെച്ചിട്ടാണ് ഈ പ്രൊഡക്ട്സ്, ചേച്ചിയുടെ സ്ഥലം എവിടെയാണ്, എവിടെയാണ് ഈ ലൊക്കേഷൻ, വരൂ ഞങ്ങളൊരു 10 സാരി എടുക്കാം, ഇത്തരത്തിൽ വന്ന് വാങ്ങും. പക്ഷേ ഇതെല്ലാം ഒരു സെൻറ്റിമെൻറ്റ്സ് വെച്ചിട്ടാണ്. ഇതൊരിക്കലും ലോങ് ടേമിൽ ബിസിനസ്സിനെ സഹായിക്കത്തില്ല. അപ്പം ഈ രീതിയിൽ ഇന്നത്തെ ബിസിനസ് മാറി കഴിഞ്ഞു. അപ്പം ആരെങ്കിലും ഒരാൾ ബിസിനസ് ആരംഭിച്ചത് സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ആൾക്കാർ അങ്ങ് ഈ ബിസിനസ് ആരംഭിക്കാനായിട്ട് കടന്നുകൂടും. അങ്ങനെ ആർക്കും ബിസിനസ്സിൽ സക്സീഡ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. അപ്പം ഈ ഒരു വൂക്ക വേൾഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വൂക്ക വേൾഡിൽ നമുക്ക് വളരെ സ്റ്റേബിളായിട്ട് റണ്ണ് ചെയ്യാൻ കഴിയുന്ന ബിസിനസ്സുകൾ എന്തൊക്കെയാണ് എന്ന് സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിച്ചു തുടങ്ങും. അവിടെ ഒരിക്കലും ഒരുപക്ഷെ ഈ ബിസിനസ്സുകൾ വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് വരത്തില്ല, പക്ഷേ സ്റ്റേബിൾ ആയിരിക്കും ഇൻകം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിയ രീതിയിൽ ഇടിയത്തില്ല, വലിയ രീതിയിൽ കൂടത്തുമില്ല. വളരെ സ്റ്റേബിളായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന കൈൻഡ് ഓഫ് ബിസിനസ് മേഖലകൾ അന്വേഷിച്ച ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അത്തരത്തിൽ നമ്മളെ വലിയ രീതിയിൽ ബാധിക്കാത്ത, എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കോമ്പറ്റീഷൻസ് അങ്ങനെ വരാൻ സാധ്യതയില്ലാത്ത, വലിയ രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള അവകാശവുമില്ല, വളരെ ലോസിലേക്ക് പോകുമെന്നുള്ള രീതിയിലുള്ള ഭയപ്പെടുത്തലുമില്ല. അത്തരത്തിലുള്ള കുറച്ച് ബിസിനസ്സുകൾ നിങ്ങളെ പരിചയപ്പെടുത്താം. അതിനുള്ളൊരു പ്ലേലിസ്റ്റ് ഞാനൊന്ന് ബിൽഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അതിലൊരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അത്തരത്തിൽ ഞാൻ ആഴ്ചയിൽ 1, 2 വീഡിയോസ് ഞാൻ ചെയ്യാം. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക, ആ പ്ലേലിസ്റ്റും ഒന്ന് ഫോളോ ചെയ്യുക. സോ നമുക്ക് ആരംഭിക്കാം. അത്തരത്തിലുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ബിസിനസ്സുകൾ. ഒരിക്കലും ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ബിസിനസ്സിലേക്ക് എടുത്ത് ചാടരുത്. ഞാനെന്നല്ല, ആര് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ബിസിനസ്സിലേക്ക് എടുത്ത് ചാടരുത്. പ്രോപ്പറായിട്ട് പഠിക്കുക, പ്രോപ്പറായിട്ട് മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക, പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ബയേഴ്സിന് കിട്ടും എന്നുള്ള ഉറപ്പുണ്ടാക്കുക. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എന്നുള്ള ലെവലിലാണ് ഈ ഒരു കാറ്റഗറി ബിസിനസ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ബയേഴ്സിന് കിട്ടുന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് എൻ്റർ ചെയ്യുക. ഓക്കെ, കാരണം ആരെയും വാക്കങ്ങ് പൂർണ്ണമായും വിശ്വസിച്ചാൽ ഓക്കെ സിജു സാർ പറയുന്നു ഈ ഒരു ബിസിനസ് ഐഡിയ അടിപൊളിയാണ്, അപ്പോൾ അതിലേക്ക് എൻ്റർ ചെയ്യാം, ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവണമെന്നില്ല. പ്രോപ്പറായിട്ടുള്ള മാർക്കറ്റ് സ്റ്റഡീസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഒരു പ്ലാന്റിൽ നിന്നും, ചെടിയിൽ നിന്നും 3 ഡിഫറെൻറ്റ് കാറ്റഗറി ബിസിനസ്സുകൾ അല്ലെങ്കിൽ 3 ഡിഫറെൻറ്റ് കാറ്റഗറി പ്രോഡക്ട്സ്, 3 ഇൻഡസ്ട്രിയെ സെർവ് ചെയ്യുന്ന പ്രോഡക്ട്സ് നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് കഴിയും. ആ പ്ലാന്റാണ് അലോവേറ പ്ലാന്റ്. സോ അലോവേറ പ്ലാന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തെല്ലാം പ്രൊഡക്ട്സ് ഉണ്ടാക്കാനായിട്ട് കഴിയും, അതിന് എന്തെല്ലാം മിഷനറീസ് വേണം, ഏതെല്ലാം ഇൻഡസ്ട്രീസിൽ നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് കഴിയും, ആൻഡ് ഓൾസോ ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട്, ഈ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രോസസ്സും ഞാൻ ഏകദേശം പറഞ്ഞുതരാം. എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങൾ ഞാൻ ഏകദേശം ഒന്ന് പറഞ്ഞുതരാം. അലോവേറ നമുക്കറിയാം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. അതിനകത്ത് ധാരാളം വൈറ്റമിൻസും എൻസൈംസും അമിനോ ആസിഡ്സും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ അലോവേറ യൂസ് ചെയ്ത് നമുക്ക് അലോവേറ ജെല്ല് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രധാനമായിട്ടും 3 പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. ഒന്ന് കോസ്മെറ്റിക്സ്, മറ്റൊന്ന് ഹെൽത്ത് ഡ്രിങ്ക്സ്, മൂന്നാമത്തേത് മെഡിസിൻസ്. കോസ്മെറ്റിക്സ്, ഹെൽത്ത് ഡ്രിങ്ക്സ്, മെഡിസിൻസ്. അതായത് 3 ഇൻഡസ്ട്രീസിനെ ഇത് സെർവ് ചെയ്യും. ഒന്ന് ബ്യൂട്ടി,
മറ്റൊന്ന് ഹെൽത്ത്, മൂന്നാമത്തേത് ഫാർമ. ഹെൽത്ത് ഉദ്ദേശിച്ചത് ഈ വെൽനസ് പ്രൊഡക്ട്സും വെൽനസുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയാണ്. ആൻഡ് മൂന്നാമത്തേത് ഫാർമ, പ്യുവർലി മെഡിസിൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മേഖല. ഈ അലോവേറ യൂസ് ചെയ്തിട്ട് നമുക്ക് 3 പ്രോഡക്റ്റുകളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുന്നത്. ഒന്ന് അലോവേറ ജെല്ല്, മറ്റൊന്ന് അലോവേറ ജ്യൂസ്, മൂന്നാമത്തേത് അലോവേറ പൗഡർ. ജെല്ല്, ജ്യൂസ്, പൗഡർ. ആൻഡ് മാനുഫാക്ചറിങ് ശേഷം ഇതിൻ്റെ വേസ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് ഓർഗാനിക് കമ്പോസ്റ്റും ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. പ്ലാന്റ് ആണല്ലോ. ഇതിലെ അലോവേറ ജെല്ല് യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ടും ഈ ഫേസ് ക്രീം ഉണ്ടാക്കാനായിട്ട്, ഹെയർ ജെല്ലിന്, സൺസ്ക്രീന്, അതുപോലെ തന്നെ ഈ സ്കിൻ ട്രീറ്റ്മെൻറ്റിന്, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇത്തരത്തിൽ അലോവേറ യൂസ് ചെയ്തിട്ടുള്ള കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ ധാരാളം ഇന്ന് ഇന്ത്യയിൽ ആൾക്കാർ കൺസ്യൂം ചെയ്യും. ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും കൺസ്യൂം ചെയ്യുന്നുണ്ട്. കാരണം കൂടുതലും ആൾക്കാർ ഇത്തരത്തിൽ ഈ നാച്ചുറൽ ഈ കെമിക്കൽ ഓറിയൻറ്റഡ് പ്രൊഡക്ട്സിൽ നിന്നും കുറച്ചുകൂടെ നാച്ചുറൽ പ്രൊഡക്ട്സ് കൺസ്യൂം ചെയ്യാനായിട്ട് ആൾക്കാരിന്ന്, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാനായിട്ട് ആൾക്കാരിന്ന് തീരുമാനിക്കുന്നുണ്ട്. കാരണം മറ്റേതിൻ്റെ ഹാംഫുൾ എഫക്ട്സ് ഒന്നും ഇല്ലാതെ കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട്. അതേപോലെ തന്നെ അലോവേറ ജ്യൂസ് ഈ ഡീടോക്സ്, ഡൈജഷൻ, ലിവർ ഹെൽത്ത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കും ഉപകാരപ്പെടുന്നതാണ്. ഇവിടെയും ആൾക്കാർ കൂടുതൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലുള്ളവർ, അതിൽ പ്രത്യേകിച്ച് മലയാളികൾ ഇന്ന് കൂടുതൽ ഹെൽത്ത് ഓറിയൻറ്റഡ് ആണ്, ഹെൽത്ത് ഫോക്കസ്ഡ് ആയിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഭക്ഷണശീലങ്ങൾ തന്നെയാണ്. ഇന്ന് ജിമ്മൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റൺ ചെയ്യുന്നുണ്ട്, ഫിറ്റ്നസ് സെൻറ്റേഴ്സ് എല്ലാം. യോഗ പോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇന്ന് നല്ല സ്കോപ്പ് നമ്മുടെ നാട്ടിലുണ്ട്. മാത്രമല്ല ഇത്തരത്തിലുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിനും ഇത്തരത്തിലുള്ള ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സിനെല്ലാം നല്ല സ്കോപ്പ് ഇനിയുള്ള കാലത്ത് നമ്മുടെ നാട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം അത്രത്തോളം ജീവിതശൈലി രോഗങ്ങളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്, ആൾക്കാർക്കിടയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അലോവേറ ജ്യൂസിന് നല്ലൊരു ഡിമാൻഡ് നമ്മുടെ നാട്ടിലുണ്ട്. മൂന്നാമത്തേത് അലോവേറ പൗഡർ. ഈ അലോവേറ പൗഡർ കൂടുതലായിട്ടും ഈ മെഡിസിൻ മാനുഫാക്ചറിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. അത് ഈ കോസ്മെറ്റിക്സ് മാനുഫാക്ചറിങ് യൂസ് ചെയ്യുന്നുണ്ട്, ആയുർവേദ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ എക്സ്പോർട്ടിങ്ങിന് വലിയ രീതിയിൽ സാധ്യമാകുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണത്. കാരണം ഇത് ഒന്ന് ലൈറ്റ് വെയിറ്റ് ആണ്, മാത്രമല്ല ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ കഴിയും, ഷെൽഫ് ലൈഫ് കൂടുതലാണ്. മറ്റേ ഈ ജ്യൂസിനേക്കാളും ജെല്ലിനേക്കാളും ഷെൽഫ് ലൈഫ് കൂടുതൽ ഈ അലോവേറ പൗഡറിനായതുകൊണ്ട് തന്നെ എക്സ്പോർട്ടിങ്ങിന് വലിയൊരു സ്കോപ്പ് ഈ അലോവേറ പൗഡറിനുണ്ട്. ഇനി ഈ അലോവേറ ജെല്ലിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പ്രധാനമായിട്ടും 6 സ്റ്റേജസിലൂടെയാണ് ഈ പറയുന്ന അലോവേറ കടന്നു പോയിട്ട് അലോവേറ ജെല്ലായിട്ട് മാറുന്നത്. ഓരോ പ്രോസസ്സും ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തേത് റോ മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ്. റോ മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ആയിട്ടുള്ള ഈ പറയുന്ന അലോവേറ ഹാർവെസ്റ്റ് ചെയ്ത് 6 മണിക്കൂറിനുള്ളിൽ പ്രോസസ്സ് ആരംഭിക്കണം. 6 മണിക്കൂർ, അല്ലാന്നുണ്ടെങ്കിൽ അത് ചീത്തയായിട്ട് പോകും. സോ 6 hours ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഓൾസോ ഈ അലോവേറ എന്ന് പറയുന്നത് വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള, ഒരുപാട് യങ് ആവാൻ പാടില്ല, മെച്ചുവേർഡ് ആയിട്ടുള്ള തിക്കും ഫ്ലഷിയുമായിട്ടുള്ള നല്ല അലോവേറ ആയിരിക്കണം ഇതിന് യൂസ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ സ്റ്റേജ് വാഷിംഗ് ആൻഡ് ക്ലീനിങ്. ഈ വാഷിംഗ് ആൻഡ് ക്ലീനിങ് 4 സ്റ്റെപ്സിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ ഒന്ന് സോക്കിംഗ് ആണ്. അതായത് വെള്ളത്തിൽ 90 മിനിറ്റ് നേരം ഇത് മുക്കി വയ്ക്കണം. അതിൻ്റെ ഡേർട്സും ബാക്കിയുള്ള മഡ്സൊക്കെ, മണ്ണിൻ്റെയൊക്കെ പാർട്ടിക്കിൾസ് അതിനകത്ത് ഉണ്ടാവുമല്ലോ, അതെല്ലാം റിമൂവ് ചെയ്യാനായിട്ട് 90 മിനിറ്റ്സ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നു. അത് കഴിഞ്ഞാൽ സ്റ്റേജ് 2 ഡിസിൻഫെക്ഷൻ പ്രോസസ്സാണ്. അത് UV ഫിൽറ്റേർഡ് അല്ലെങ്കിൽ ഓസോൺ ട്രീറ്റഡ് വാട്ടറിൽ ഇത് നന്നായിട്ട് വാഷ് ചെയ്യുന്നു. ആൻഡ് മൂന്നാമത്തേത് ഇൻസ്പെക്ഷനാണ്. അത് ഈ ഡാമേജ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ലീവ്സ് ഉണ്ടല്ലോ, ഇതെല്ലാം റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ആൻഡ് നാലാമത്തേത് ഹോട്ട് വാട്ടർ ക്ലീനിങ് ആണ്. 50 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിൽ ഇത് മുക്കി വയ്ക്കുന്നു. സോ ഈ 4 ക്ലീനിങ് സ്റ്റേജസിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അങ്ങനെ ഇത് മൂന്നാമത്തെ സ്റ്റേജിലേക്ക് എത്തുന്നു. മൂന്നാമത്തെ സ്റ്റേജാണ് കട്ടിങ് ആൻഡ് പ്രിപ്പറേഷൻ. കട്ടിങ് ഇത് ശരിക്കും മാനുവലി ചെയ്യുന്നൊരു വർക്കാണ്. ഇതിൻ്റെ ടോപ്പ്, മേൽഭാഗവും താഴ്ഭാഗവും സൈഡിലുള്ള മുള്ളുണ്ടെങ്കിൽ ആ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് വെക്കുന്നു. സോ ഈ ഒരു പ്രോസസ്സ് ഇത് മാനുവൽ പ്രോസസ്സാണ്. അത് കഴിഞ്ഞാൽ അടുത്തത് എക്സ്ട്രാക്ഷൻ ആണ്. എക്സ്ട്രാക്ഷൻ പ്രോസസ്സിൽ അലോവേറ പൾപ്പ് റിമൂവിങ് മെഷീൻ, അതായത് ഈ ഇതിനകത്ത് പൾപ്പ് ഉണ്ടല്ലോ, ഈ പൾപ്പാണ് നമുക്ക് എടുക്കേണ്ടത്. ഈ പൾപ്പ് എടുക്കുന്ന മെഷീനിൽ, അലോവേറ പൾപ്പ് റിമൂവിങ് മെഷീൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ പൾപ്പ് വേർതിരിച്ച് എടുക്കുന്നു. അതിലെ ഔട്ടർ സ്കിൻ റിമൂവ് ചെയ്യുന്നു, ഇന്നർ ജെല്ല് എക്സ്ട്രാക്ട് ചെയ്യുന്നു. അഞ്ചാമത്തെ സ്റ്റേജ് ക്രഷിംഗ് ഓർ ജ്യൂസിങ് ആണ്. അതായത് ഈ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ജെല്ലിനെ ഒരു ജ്യൂസറിലോ ഗ്രൈൻഡറിലോ കടത്തി വിട്ടിട്ട് ജെല്ലിനെ ലിക്വിഡ് ഫോർമാറ്റിലേക്ക് മാറ്റുന്നു, ലിക്വിഡ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു.
സോ അത് പ്രോസസ്സബിൾ ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ടാണ് ബാക്കിയുള്ള പ്രൊഡക്ട്സ് എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അലോവേര ലിക്വിഡ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യൂസോ ജെല്ലോ ഉണ്ടാക്കാനായിട്ടുള്ള ലിക്വിഡ് രൂപത്തിലായിരിക്കും ഈ പറയുന്ന അലോവേര കിട്ടുന്നത്. ആൻഡ് ആറാമത്തെ സ്റ്റേജ് ഫിൽട്രേഷൻ ആണ്. അതിനകത്ത് ഈ ഫൈബേഴ്സ്, ഇംപ്യൂരിറ്റീസ്, സോളിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എല്ലാം ഉണ്ടാവുമല്ലോ, അതെല്ലാം റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിന് നമ്മൾ ഫിൽട്ടർ മെഷീനാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള അലോവേര ലിക്വിഡ് ലഭിക്കും. ഈ ലഭിക്കുന്ന അലോവേര ലിക്വിഡ് യൂസ് ചെയ്തിട്ടാണ് അലോവേര ജെല്ലും അലോവേര പൗഡറും എല്ലാം നിർമ്മിക്കുന്നത്, അലോവേര ജ്യൂസും ഈ കാര്യങ്ങളെല്ലാം നിർമ്മിക്കുന്നത്. ഈ പ്രോസസ്സിങ്ങിന് വേണ്ടുന്ന മിഷനറീസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പ്രധാനമായിട്ടും വേണ്ടത് വാഷിംഗ് യൂണിറ്റ് ആണ്. ഇനിഷ്യലി ഉള്ള ആ ഒരു ക്ലീനിങ്ങിനുള്ള വാഷിംഗ് യൂണിറ്റ് വേണം. ആൻഡ് സ്റ്റെറിലൈസർ, ലീഫ് പൾപ്പ് റിമൂവർ, ഞാൻ പറഞ്ഞു ആ പൾപ്പ് റിമൂവ് ചെയ്യാൻ, എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു റിമൂവിങ് മെഷീൻ. ആൻഡ് ഇതെല്ലാം മാനുവലി ചെയ്യാനായിട്ട് കഴിയും, പക്ഷേ അതിന് ലേബേഴ്സും മറ്റു കാര്യങ്ങളെല്ലാം അഡീഷണൽ വെക്കേണ്ടതായിട്ട് വരും. ദാറ്റ് ഡിപ്പെൻഡ്സ്, നിങ്ങൾ എത്രത്തോളം ബഡ്ജറ്റിലാണ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് അത് നോക്കിയിട്ട് ചെയ്യാം. ആൻഡ് ജ്യൂസർ, മിക്സിംഗ് ടാങ്ക്, ഹോമോജനൈസർ യൂസ് ചെയ്യുന്നത് ഈ ജെല്ല് യൂണിഫോം ആക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സ്റ്റേബിൾ ആക്കാൻ, സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചില ഭാഗങ്ങളിൽ ഇങ്ങനെ വെള്ളം ഫീലിൽ നിൽക്കുന്നുണ്ടാകും. അതിന് വളരെ സോഫ്റ്റ് ആക്കി സ്മൂത്ത് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ മിക്സിയിലിട്ട് ചില ജ്യൂസൊക്കെ നമ്മൾ അടിക്കാറുണ്ടല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്മൂത്തീസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് അടിക്കാറുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ അത് വാട്ടറി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഹോമോജനൈസർ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫിൽട്ടർ, ദെൻ ഫില്ലിംഗ് മെഷീൻ, ദെൻ സ്പ്രേ ഡ്രയർ യൂസ് ചെയ്യുന്നത് ഇതിനെ പൗഡർ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത്രയും മെഷീനറീസ് ആണ് ഈ പറയുന്ന പ്രോസസ്സിങ്ങിന് ആവശ്യമായിട്ട് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 3 പ്രോഡക്ട്സും ഉണ്ടാക്കാനായിട്ട്, അതായത് ജെല്ലും ജ്യൂസും ഒപ്പം തന്നെ പൗഡറും നിർമ്മിക്കാനായിട്ട് ഈ പറയുന്ന മെഷീനറീസ് ഒക്കെയാണ് വേണ്ടത്. ഇനി ഇതിൻ്റെ മാൻ പവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം എംപ്ലോയീസിനൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല. കാരണം ഫുള്ളും മിഷൻ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അധികം ആൾക്കാർ വരുന്നില്ല. മിഷൻ ഓപ്പറേറ്റേഴ്സ് ഒരു 3-4 പേര്, ദെൻ ഒരു സൂപ്പർവൈസർ, പിന്നെ കുറച്ച് വർക്കേഴ്സ്, ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ആൻഡ് സ്പേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1000 to 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള റൂമാണ് വേണ്ടത്. ആൻഡ് മിഷനറീസിൻ്റെ അടുത്ത് എല്ലാത്തിൻ്റെയും ഒരു കപ്പാസിറ്റി, എല്ലാ മിഷനറീസും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഒരു 40 HP ആയിരിക്കും പവർ ഏകദേശം വരുന്നത്. ഇനി ഇതിൻ്റെ നിക്ഷേപം എത്രത്തോളം വേണമെന്നുള്ളത് ദാറ്റ് ഡിപ്പെൻഡ്സ്, നിങ്ങൾ എത്രത്തോളം മിഷനറീസ് വാങ്ങുന്നു, എത്രത്തോളം ഏത് സ്ഥലത്ത് നിങ്ങളിത് ഈ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നു, അതിനൊക്കെ അനുസരിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു എക്സാക്റ്റ് എമൗണ്ട് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. നിങ്ങളിത് ഒരു അറൗണ്ട് ഒരു 80% മാനുവലായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം എക്സ്പെൻസ് നിങ്ങൾക്ക് വരത്തില്ല. സോ നിങ്ങൾക്ക് ഇന്ത്യ മാർട്ട് പോലുള്ള സൈറ്റിൽ ഈ പറയുന്ന മിഷനറീസിൻ്റെ റേറ്റും മറ്റു കാര്യങ്ങളെല്ലാം എടുത്ത് നോക്കാവുന്നതാണ്. സോ പ്രൈസ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോയിൽ പറയുന്നത് ശരിയെന്ന് വരത്തില്ല, കാരണം അത് വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആയതുകൊണ്ട് തന്നെ. ഇനി ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, ഇത് നമുക്ക് വിൽക്കണമല്ലോ. സോ ഇവിടെയാണ് എപ്പോഴും നമുക്ക് ഒരു സ്റ്റേബിൾ ഇൻകം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെഗുലർ ബയ്യേഴ്സ് വേണം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ശിവകാശിയിലും തിരുപ്പൂരിലും ഒരുപാട് ചെറിയ ചെറിയ സ്ഥാപനങ്ങളുണ്ട്. ഇവരൊന്നും മാർക്കറ്റ് ചെയ്യത്തില്ല, പക്ഷെ അവർക്ക് ധാരാളം കോടിക്കണക്കിന് രൂപയുടെ സെയിൽസ് അവർക്ക് നടക്കുന്നുണ്ട്. എങ്ങനെ നടക്കുന്നു? കാരണം അവർക്ക് കുറച്ച് ബയേഴ്സ് ഉണ്ടാവും, പക്ഷേ റെഗുലർ ബയേഴ്സ് അവർക്കുണ്ട്, ബൾക്കായിട്ട് വാങ്ങിക്കോളും. അതുകൊണ്ട് തന്നെ വളരെ സൈലൻ്റ് ആയിട്ട്, ഭയങ്കര ലൗഡായിട്ടുള്ള രീതിയിൽ മാർക്കറ്റിംഗ് ഒന്നും അവർക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. വളരെ സൈലൻ്റ് ആയിട്ട് അവർക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ചെറിയൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ പോലും അതിനെ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യും, അല്ലേ? ഗൈസ്, ഞാൻ MSME സർട്ടിഫിക്കറ്റ് എടുത്തു, അടിപൊളി. MSME സർട്ടിഫിക്കറ്റ് ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് എടുക്കാനായിട്ട് കഴിയും. പക്ഷെ അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ ഫയൽ ചെയ്തു, ഭയങ്കര സംഭവം. രജിസ്ട്രേഷൻ കിട്ടിയതിൽ അപ്ലിക്കേഷൻ ഫയൽ ചെയ്തു. സോ ഇത്തരത്തിൽ നമുക്ക് വളരെ ലൗഡായിട്ടുള്ള രീതിയിലല്ലാതെ വളരെ സൈലൻ്റ് ആയിട്ട്, നിശബ്ദരായിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ട് കഴിയണം. അപ്പം അത് ഒരുപക്ഷെ കേരളത്തിൽ അത്തരത്തിലുള്ള യൂണിറ്റ്സ് ഒന്നും അധികം നമ്മൾ കണ്ടിട്ടില്ല. തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ധാരാളം അത്തരത്തിലുള്ള യൂണിറ്റ്സ് ഉണ്ട്. ഗുജറാത്തിലൊക്കെ അത്തരത്തിലുള്ള യൂണിറ്റ്സ് ധാരാളം ഉണ്ട്. അവരൊന്നും മാർക്കറ്റിങ്ങേ ചെയ്യത്തില്ല. അവർക്ക് അങ്ങനെ പുതിയ ക്ലയൻസിനെ ആവശ്യമായിട്ട് വരുന്നില്ല. എക്സിസ്റ്റിംഗ് ക്ലയൻസ് വെച്ചിട്ട് തന്നെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ B2B സെയിൽസ് നമ്മൾ കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റേബിൾ ഇൻകം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. ഈ ജെല്ല് യൂസ് ചെയ്യുന്ന, ഈ പൗഡർ യൂസ് ചെയ്യുന്ന ധാരാളം സ്ഥാപനങ്ങൾ, ധാരാളം ഇൻഡസ്ട്രീസ് നമ്മുടെ നാട്ടിലുണ്ട്. കോസ്മെറ്റിക്സ് കമ്പനീസിന് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ആയുർവേദ ബ്രാൻഡ്സിന്
നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഒപ്പം തന്നെ ഈ ഫാർമ കമ്പനീസ് അവർക്കെല്ലാം ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. ഈ അലോവേര പൗഡേഴ്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആവശ്യമായിട്ട് വരും. സോ ഇതിലെ ഫാർമ കമ്പനീസ് കുറച്ച് കമ്പനീസ് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ആൻഡ് ആൾസോ B2C കുറച്ചുകൂടി നമുക്കൊന്ന് സെയിൽസ് ബൂസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ഏർണിങ്സ് കുറച്ച് ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന B2Cയിലേക്കും എൻ്റർ ചെയ്യാം. ദാറ്റ് മീൻസ് നിങ്ങളൊരു റീറ്റെയിൽ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നു, ഒരു നല്ലൊരു ബ്രാൻഡ് മറ്റു കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കാം. അത്തരത്തിലുള്ള കമ്പനീസ് നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട് അല്ലേ. അതായത് കോസ്മെറ്റിക്സ് ആണെന്നുണ്ടെങ്കിലും അവരുടേതായിട്ട് സ്വന്തമായിട്ടുള്ള ബ്രാൻഡ് ഉണ്ടാവത്തില്ല, അവർക്ക് യൂണിറ്റ് ഉണ്ടാവും. അവർ തേർഡ് പാർട്ടീസിന് വേണ്ടിയിട്ടുള്ള കോസ്മെറ്റിക്സ് അവർ സെല് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊടുക്കും. സോ മാർക്കറ്റിങ്ങിനോ സെയിൽസിനോ ഒന്നും അവർക്ക് വലിയ രീതിയിലുള്ള തലവേദന ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അവർ ഈ പ്രോസസ്സ് മാത്രം ഒന്ന് കൃത്യമായിട്ട് ചെയ്താൽ മതിയാവും. വാങ്ങാനായിട്ട് ആൾക്കാർ ധാരാളം ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് മോഡൽ ബിൽഡ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം, നല്ല രീതിയിൽ ഇതിനെക്കുറിച്ചിട്ട് പഠിക്കണം, നല്ല രീതിയിൽ റിസർച്ച് ചെയ്യണം, ഇത്തരത്തിലുള്ള കമ്പനീസുമായിട്ട് കണക്ട് ചെയ്യണം, അവരുടെ ഓർഡേഴ്സ് എടുക്കണം. നമുക്ക് ഈ പറയുന്ന ബൾക്കായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ തിരുപ്പൂരിൽ നിന്ന് കുറേ നൈറ്റീസോ അല്ലെങ്കിൽ കുറേ ബനിയൻ ക്ലോത്ത്സോ ഒക്കെ എടുത്തിട്ട് വന്നിട്ട് ഇവിടെ ആമസോണിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വിൽക്കുന്ന പോലെ അങ്ങനെ ഈസി ആയിട്ടുള്ളൊരു പരിപാടിയല്ല ഇത്. അത്യാവശ്യം പണിയെടുത്ത് കഴിഞ്ഞാൽ ലോങ് ടേമിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്നൊരു ബിസിനസ് മോഡലാണ്. ഇനി ഇതിൻ്റെ ലൈസൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടുള്ള ലൈസൻസുകൾ ആണ് കൂടുതലും വേണ്ടത്. അത് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തമിഴ്നാട്ടിലോ കർണാടകയിലോ, കാരണം ഇത്രയും യൂണിറ്റ്സ് ഒന്നും അങ്ങനെ കേരളത്തിൽ ഉള്ളതായിട്ട് നമുക്ക് അറിയത്തില്ല. അത് മറ്റ് സംസ്ഥാനങ്ങളിലാണ് കൂടുതലും വരുന്നത്. അറിയാം, നമുക്ക് ഇവിടുത്തെ ഒരു കുറേ പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഉള്ളതുകൊണ്ട് തന്നെ പലരും സ്റ്റാർട്ട് ചെയ്തിട്ട്, പക്ഷേ മാറുന്നുണ്ട്, ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ബാക്കി ലൈസൻസ് എല്ലാം വേണ്ടത്. പക്ഷേ നമ്മൾ ഇത്തരത്തിലൊരു വലിയ ഒരു ലെവലിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അതൊരു കമ്പനി ഫോർമാറ്റിൽ, കമ്പനി ഇൻ ദ സെൻസ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡോ അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പോ LLP ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. കാരണം ലയബിലിറ്റി കുറയ്ക്കേണ്ടതായിട്ട് വരും. വലിയ കോടികളുടെ ബിസിനസ്സൊക്കെയാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു ടീംസുമായിട്ട് എഗ്രിമെൻറ്റ്സിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് നാളെ ലീഗലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ അസറ്റ്സിനെ അത് ബാധിക്കരുത്. അതുകൊണ്ട് എപ്പോഴും ഒരു കമ്പനി സ്ട്രക്ചറിൽ ചെയ്യാനായിട്ട്, ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചറിൽ ചെയ്യാനായിട്ട് നോക്കുക. സോ അത് ഏറ്റവും ബേസിക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തേത് GST മാൻഡേറ്ററി ആയിട്ട് നമുക്ക് എടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വലിയ കമ്പനീസുമായിട്ട് B2B ചെയ്യുന്ന സമയത്ത് GST വേണ്ടതായിട്ട് വരും. ആൻഡ് നമ്മൾ എഡിബിൾ ആയിട്ടുള്ള ഈ അലോവേര പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. സോ കൺസ്യൂം ചെയ്യുന്ന ജ്യൂസൊക്കെ ആയിട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ FSSAയുടെ നമുക്ക് ലൈസൻസ്, സ്റ്റേറ്റ് ലൈസൻസോ സെൻട്രൽ ലൈസൻസോ നമുക്ക് വേണ്ടതായിട്ട് വരും. ആൻഡ് ചെറിയ രീതിയിലാണെങ്കിൽ ഇപ്പോൾ രജിസ്ട്രേഷൻ വെച്ചിട്ടും ചെയ്യാനായിട്ട് കഴിയും. ആൻഡ് കോസ്മെറ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ, കോസ്മെറ്റിക് പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ കോസ്മെറ്റിക് ലൈസൻസ് വേണം. ഡ്രഗ്സ് ആണെന്നുണ്ടെങ്കിൽ ആയുഷിൻ്റെ സർട്ടിഫിക്കേഷൻ വേണം. സോ അത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇത് എന്തിനൊക്കെയാണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുള്ളത് അതിനനുസരിച്ചുള്ള ലൈസൻസുകൾ, ക്ലിയറൻസ് നമുക്ക് ആവശ്യമായിട്ട് വരും. സോ പ്രധാനമായിട്ട് കോസ്മെറ്റിക്സ് ഡെഫിനറ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാകും. സോ കോസ്മെറ്റിക് ലൈസൻസ്, ആയുഷിൻ്റെ ലൈസൻസ്, FSI നമ്മൾ ഇൻടേക്ക് ആയിട്ടുള്ള ഫുഡ് കൈൻഡ് ഓഫ് രീതിയിലുള്ള പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫുഡ് സേഫ്റ്റി ലൈസൻസ്, പിന്നെ ബാക്കി നമുക്ക് ബ്രാൻഡ് പ്രൊട്ടക്ഷനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി രജിസ്ട്രേഷൻസും കാര്യങ്ങളെല്ലാം. ആൻഡ് ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്, ഇന്ന് കാണുന്ന ഈ ഒരു ലൗഡർ ബിസിനസ് ഉണ്ടല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ 1 ഓഫ് മൈ ബിസിനസ് ഗൈസ്, ഞാൻ റോ മെറ്റീരിയൽസ് വാങ്ങാൻ പോകുന്നു ഗൈസ്, ഞാൻ ഇന്ന ലൈസൻസ് എടുത്തു, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നാട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആ ഒരു രീതിയിൽ നിന്നും പതിയെ സൈലൻ്റ് ആയിട്ട് താൻ ബിസിനസ് ചെയ്യുകയാണെന്ന് ഒരു വീട്ടുകാർക്ക് പോലും അറിയാത്ത രീതിയിൽ ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്ന ഒരു കാലം വിദൂരമല്ല. കാരണം നമ്മൾ നാട്ടുകാരെ ഇത് അറിയിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ ഈ ബിസിനസ് അങ്ങ് ആരംഭിക്കും, പിന്നെ വലിയ കോമ്പറ്റീഷനായിട്ട് മാറും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം വളരെ സൈലൻ്റ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക്, അത്തരത്തിലുള്ള ഒരു കൾച്ചറിലേക്ക്, മുമ്പുണ്ടായിരുന്ന ആ ഒരു രീതിയിലേക്ക് ഡെഫിനറ്റ്ലി മാറാനായിട്ട് എല്ലാ സാധ്യതയുണ്ട്. അവിടെ ഇത്തരത്തിൽ സ്റ്റേബിൾ ഇൻകം തരുന്ന, നമ്മളൊരു കുടുംബത്തെ കോൺഫിഡൻ്റ് ആയിട്ട് നോക്കാൻ കഴിയുന്ന രീതിയിൽ ഇൻകം തരുന്ന ഇത്തരത്തിലുള്ള മേഖലകൾക്ക് വലിയ സാധ്യതകൾ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതേപോലുള്ള കുറച്ച് ബിസിനസ് ഐഡിയാസ് കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അതിനോടൊപ്പം തന്നെ മറ്റ് പല വീഡിയോസും ഇതിനകത്ത് വരുന്ന ദിവസങ്ങളിൽ ഷെയർ ചെയ്യാം. ഇതിൻ്റെ ബാക്കി ലീഗലായിട്ടുള്ള കാര്യങ്ങളും എല്ലാം, മാർക്കറ്റിങ്ങും അത്തരം കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട്. റൈറ്റ്, സോ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.